ഇപ്പോൾ രാജ്ഭവനിലേക്ക് എസ്എഫ്ഐയുടെ മാർച്ച് നടക്കുകയാണ്. തത്സമയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ രാജ്ഭവനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് ശക്തമായ പ്രതിരോധം തീർക്കുന്നു. ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്ഭവന് മുന്നിലും എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തം കിട്ടും. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ മുഖ്യ അതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ ഇവിടെ ചിത്രം വെച്ചത് മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് പ്രതിഷേധ പരമ്പരയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്തേക്കും ഒക്കെയും ഇതിനു മുൻപ് രാജ്ഭവനിലേക്കുമൊക്കെയും ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇന്ന് രാവിലെയും വലിയ പ്രതിഷേധമാണ്. സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു നമ്മൾ സർവകലാശാല ആസ്ഥാനത്ത് കണ്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ രാജ്ഭവനിലേക്കും എസ്എഫ്ഐയുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ബാരിക്കേഡ് മറികടക്കാൻ നിരന്തരം പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് ശക്തമായ പ്രതിരോധം തീർക്കുന്നു. ജലപീരങ്കി നിരന്തരം പ്രയോഗിക്കുന്ന സാഹചര്യം അല്ലേ? വന്ന ഉടനെ പ്രവർത്തകർ ബാരിക്കേഡ് മറിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രണ്ടാം റൗണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പോലീസ് പ്രവർത്തകർ പിന്മാറുന്നില്ല. ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പിന്മാറുന്ന പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി ബാരിക്കേഡ് മറിക്കാൻ ശ്രമിക്കുകയാണ്. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. ശക്തമായ ബാരിക്കേഡ് എടുത്ത് മാറ്റാനുള്ള ഭാഗത്തുനിന്ന് വിജയിക്കുക. വീണ്ടും ജലപീരങ്കി ഒരു വശത്ത് പോലീസ് ദുർബലമായ സ്ഥലത്ത് ബാരിക്കേഡ് എടുത്ത് മാറ്റാനുള്ള പ്രവർത്തകർ നടത്തി. അവിടെ പക്ഷേ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയാണ്. പ്രവർത്തകർ പിന്മാറുന്നു. പക്ഷേ അവർ പിന്തിരിഞ്ഞ് പോകുന്നില്ല. അവർ അവിടെ തന്നെ ഇന്ന് വീണ്ടും പ്രതിഷേധിക്കാനാണ് നീക്കം. ശക്തമായ ജലപീരങ്കി പ്രയോഗമുണ്ട് പ്രവർത്തകർക്ക് നേരെ. രണ്ട് ഭാഗത്തും പ്രവർത്തകർ സംഘടിച്ച് ബാരിക്കേഡ് മറികടന്ന് മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ പോലീസ് അവരെ അങ്ങോട്ട് അനുവദിക്കുന്നില്ല. കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ ഭാഗങ്ങളിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. ഏതൊരു പ്രവർത്തകരെ കടത്തുവാൻ കഴിയില്ല ഒരു ഉറച്ച തീരുമാനം പോലീസിന്റെ ഭാഗത്ത്. പക്ഷേ പ്രവർത്തകർ പിന്മാറുന്നില്ല. പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചാൽ തന്നെ ശ്രമിക്കുന്നു. ജലപീരങ്കി പ്രയോഗത്തെ വകവയ്ക്കാതെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. ഒരു ഭാഗത്തിനും പിന്മാറാൻ തയ്യാറല്ല. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉയർന്നു വരുമെന്ന് നേരത്തെ തന്നെ എസ്എഫ്ഐ വ്യക്തമാക്കിയതാണ്. ആ പ്രഖ്യാപനം നടപ്പാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ട്. നിരവധി പ്രവർത്തകർ ഇപ്പോഴും സംഘടിച്ചെത്തി ബാരിക്കേഡ് മറിക്കാൻ ശ്രമിക്കുന്നു. പോലീസ് ജലപീരങ്കിയൊന്നും പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ മതിയാകുന്നില്ല. പ്രവർത്തകർ ബാരിക്കേഡ് അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിക്കുകയാണ്. ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമമാണ്. വനിതാ പ്രവർത്തകർ എസ്എഫ്ഐയുടെ പെൺകുട്ടികൾ അടക്കമുള്ളവരുടെ ശക്തമായ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഈ രാജ്ഭവൻ പരിസരം വേദിയാകുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് രാജ്ഭവനുള്ളിലേക്ക് കടക്കാൻ നിരന്തരം ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ്എഫ്ഐ പ്രതിഷേധക്കാർ. അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നു. പോലീസ് ഇപ്പോൾ നിരന്തരം ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. നിരന്തരം ജലപീരങ്കി പ്രയോഗിച്ചതിനു ശേഷവും പ്രവർത്തകർ
തിരികെ മടങ്ങാൻ തയ്യാറാകുന്നില്ല, പിന്മാറാൻ തയ്യാറാകുന്നില്ല. അവർ നിരന്തരം വീണ്ടും ബാരിക്കേഡുകൾ ഇളക്കി മറിച്ചുകൊണ്ട് രാജ്ഭവനിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധ രംഗങ്ങളാണ് രാജ്ഭവന് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമുയർത്തുന്നു. സർവകലാശാലകളെ ഗവർണർ സംഘപരിവാർവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപമുയർത്തിക്കൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് SFI കടന്നത്. ആ പ്രതിഷേധ പരമ്പര തുടരുകയാണ്. വലിയ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് SFI നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ വലിയ പ്രതിഷേധം ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് നടന്നതിന് പിന്നാലെ ഇപ്പോൾ രാജ്ഭവന് മുന്നിലും വലിയ പ്രതിഷേധം കാഴ്ചവെക്കുകയാണ് SFI പ്രവർത്തകർ. നിരന്തരം ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ ദൃശ്യങ്ങളിൽ കാണാം. SFIയുടെ വനിതാ പ്രവർത്തകരടക്കം സജീവമായി പ്രതിഷേധ മുഖത്ത് ഉണ്ട്. അവർ ബാരിക്കേഡുകൾ മറികടക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരമാവധി പ്രതിരോധം തീർത്തുകൊണ്ട് പോലീസുമുണ്ട്. ജലപീരങ്കി നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നിരന്തരം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്നതാണ് സാഹചര്യം. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വീണ്ടും പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രവർത്തകർ. ഇപ്പോൾ വിദ്യാർത്ഥികളെ ഭവനമായ വിദ്യാഭ്യാസം കച്ചവടക്കാൻ നോക്കുന്നേ സംഘീവിച്ച് രാജിവെച്ച പോകട്ടെ. വലിയ പ്രതിഷേധം തുടരുകയാണ്. ഒരിക്കൽ കൂടി VV അരുണിലേക്ക് നമുക്ക് പോകാം. അരുൺ, വീണ്ടും ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രവർത്തകർ. വലിയ സംഘർഷത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്നതാണ് സാഹചര്യം, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറല്ല. അവർ ബാരിക്കേഡിന് മുകളിൽ കയറിയുള്ള മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാൻ വിഭാഗത്ത് ശക്തമായ ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ സമരങ്ങളിൽ കണ്ട് വ്യത്യസ്തമായ ഒരു കാഴ്ചയുള്ളത്, അന്ന് പ്രവർത്തകർ ഏതാണ്ട് എല്ലാവരും ബാരിക്കേഡിന് മുകളിലൂടെ ചാടി മുന്നോട്ട് പോവുകയായിരുന്നു, രാജ്ഭവൻ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് പോലീസ് അവരെ തടയുകയും പിന്നീട് കസ്റ്റഡിക്ക് നമുക്ക് ചെയ്തു. പക്ഷേ ഇന്ന് അത്തരമൊരു സമീപനം ഉണ്ടാകുന്നില്ല.